ഹലോ ഗൈസ്. അപ്പോൾ വന്ന് ഇൻസ്റ്റാഗ്രാം വേണം നമ്മളെ ഇപ്പോൾ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുത്തമ്പള്ളി പെരുന്നാളാണ്, അല്ലെങ്കിൽ ലൂർദ് പള്ളി പെരുന്നാൾ ഒക്കെ. അപ്പോൾ ഇന്ന് ലൂർദ് പള്ളി പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ തന്നെ നേരെ നമ്മൾ ലൂർദ് പള്ളിയിലേക്ക് വിട്ടു. അപ്പോൾ അവിടെ ഈ പ്രാവശ്യം കാര്യമായിട്ടുള്ള ആഘോഷങ്ങളില്ല എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു റോസറി അല്ലെങ്കിൽ കൊന്തേര എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ കൊന്തേര എക്സ്പോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പലതരം രാജ്യങ്ങളിൽ നിന്നും പലയിടത്തുനിന്നും ശേഖരിച്ച പലതരം കൊന്തകൾ. അപ്പോൾ അത് 5, 10, 20 ജപം ഒക്കെയുള്ള കൊന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഒരു നല്ലൊരു എക്സ്പോ ആയിരുന്നു. പലതരം വെറൈറ്റീസ് ഓഫ് കൊന്ത കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കഫേ അഡിക്റ്റിലോട്ടാണ്. രാത്രി ഡിന്നർ കഴിക്കണം എന്നുള്ള ഇതിലാണ് പോയത്. പക്ഷേ എനിക്കാണെങ്കിൽ എന്തോ ഗ്യാസൊക്കെ കയറി തലവേദനയും ഛർദിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഓർഡർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കയറിയത്. അപ്പോൾ വൈഫിനാണെങ്കിൽ ഒരു സാലഡ് മതി എന്ന് പറഞ്ഞു. അവളാണെങ്കിൽ സാലഡ് ഫാനാണ്. ഡയറ്റിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടല്ല, അത് ഭയങ്കര ഒരു സാലഡ് ഫാനായതുകൊണ്ട് തന്നെ ഒരു സാലഡ് എവിടെ നിന്നോ നല്ലത് കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ സജസ്റ്റ് ചെയ്തത് കഫേ അഡിക്റ്റിൽ പോകാമെന്ന്. അതിന് ഞങ്ങൾ നേരെ കഫേ അഡിക്റ്റിൽ പോയി. കുറച്ച് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു സീറ്റ് ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ നമ്മളെ വന്ന് വിളിച്ചു. അപ്പോൾ അവിടെ കുറച്ച് മ്യൂസീഷ്യൻസ് അവിടെ ചെറിയൊരു പ്ലേ ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഓർഡറൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും പാട്ടൊക്കെ കേട്ട് നമ്മൾ രസിച്ചിരിക്കുന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ തന്നെ നമ്മളുടെ ഞാനാണെങ്കിൽ ഓർഡർ ചെയ്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണി ലെമൺ ടീ ആണ്. അപ്പോൾ ഈ ഛർദിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടും ഗ്യാസ് ഉള്ളതുകൊണ്ടും ഹണി ലെമൺ ടീ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് കുടിച്ചത്. അപ്പോൾ വൈഫിൻ്റെ സാലഡ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ നേരം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ല. കുറച്ച് ജിഞ്ചറും കൂടെ അവർ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയറുവേദനയ്ക്ക് നല്ലതാണ്. അങ്ങനെ അവളുടെ സാലഡ് എത്തി. സാലഡ് നല്ലൊരു സാലഡായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മയോണൈസും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായില്ല. അവർ മെയിൻലി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലിക്വിഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആപ്പിൾ സിഡർ വിനീഗറാണ്. അതിൽ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് വീട്ടിൽ കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. അപ്പോൾ ശനിയാഴ്ചയാണ് ഞങ്ങൾ പള്ളിപ്പെരുന്നാളിന് പോയത്. അത് കഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളുടെ ഇതൊക്കെ മുടങ്ങി കിടക്കുമായിരുന്നു. നടത്തവും കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ തിരിച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയതാണ്. അന്ന് വൈകുന്നേരം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് ഫോറം മാളിൽ പോയിട്ട് കുറേ നാളായി, എന്നാൽ ഒന്ന് ഫോറം മാൾ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോറം മാളിൽ പോയത് വെറുതെ ആയില്ല. അവിടെ ഒരു നല്ലൊരു ഫാഷൻ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാഷൻ ഷോ ജൂനിയേഴ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ ജൂനിയേഴ്സിൻ്റെയൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബർഗർ കിങ്ങിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ നല്ല വിശപ്പുകാരാണ്. പക്ഷേ ഈയിടെയായിട്ട് അത്ര വിശപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബർഗർ കിങ്ങിൽ നിന്ന് 2 ചിക്കൻ ബർഗേഴ്സ് ഒരു കോംബോ സ്പെഷ്യൽ പ്രൈസിനുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത് ഓർഡർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിശപ്പ് അപ്പം തന്നെ മാറിപ്പോയതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും